പുറത്തു പറയാനാവാത്ത എന്ത് ഡീലടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ മുഖ്യമന്ത്രി ഹെലികോപ്റ്ററുമായിട്ട് പോയി ഡീലുണ്ടാക്കിയത് എന്ന കാര്യം ഇപ്പോഴും പറയുന്നില്ല. മഴക്കെടുതിയുടെ ഭാഗമായിട്ട് ഒരു കുട്ടി ജിജി ജോൺ പറയുന്നത് നമ്മൾ കേട്ടു. വളരെ വികാരപരമായ ഒരു പ്രകടനമായിരുന്നു ആ കുട്ടിയുടെ ഭാഗമായിട്ടുണ്ടായത്. വിഴിഞ്ഞത്ത് വെള്ളം മറിഞ്ഞ് പുല്ലുവിള സ്വദേശിയായ ജോണിനെ കാണാതായിട്ട് 5 ദിവസമായി. 5 ദിവസത്തിന് ശേഷം ഇപ്പോഴും പൂർണ്ണമായ അർത്ഥത്തിലുള്ള തിരച്ചിൽ. ആ കുടുംബം ഇതിനെതിരായിട്ട് ശക്തിയായിട്ട് പ്രതികരിച്ച് മുമ്പോട്ട് വന്നിരിക്കുകയാണ്. തിരച്ചിൽ ശരിയാവുന്നില്ല എന്ന് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിൽ ഭാര്യാപിതാവിനെ കാണാൻ പോയ കാര്യം ആ കുട്ടി പറയുകയാണ്. അത് ഒരാളുടെ ജീവന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ പോകുന്നു. എന്നാൽ തൻ്റെ കാണാതായി പോയ എൻ്റെ അച്ഛനെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്താൻ വിസമ്മതിക്കുന്ന നിലയാണ് സ്വീകരിക്കുന്നത് എന്ന് ആ കുട്ടി പറയുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, അപകടം മുഖ്യമന്ത്രിയുടെ വീട്ടിലായിരുന്നെങ്കിലോ എന്ന് പറഞ്ഞാൽ ഒരു മകളുടെ ചോദ്യം ഈ സർക്കാരിന് നേരെയുള്ള കണ്ണീര് കൊണ്ടുള്ള ഒരു കുറ്റപത്രമാണ് എന്ന് നമ്മൾ കാണണം. അതാണ് ജിജി ജോൺ എന്ന നേരത്തെ പറഞ്ഞ ജോണിൻ്റെ മകള് ചോദിച്ച കാര്യം. അപ്പോൾ പുറത്തു പറയാനാവാത്ത എന്ത് ഡീലടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ മുഖ്യമന്ത്രി ഹെലികോപ്റ്ററുമായിട്ട് പോയി ഡീലുണ്ടാക്കിയത് എന്ന കാര്യം ഇപ്പോഴും പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ടൂർ പരിപാടിയിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മാധ്യമങ്ങൾ തന്നെ പുറത്ത് വാർത്തയായിട്ട് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഔദ്യോഗിക വാഹനങ്ങളുടെ റൂട്ട് പരിശോധിച്ചാലും അത്തരത്തിലുള്ള ഒരു VIP-യെയും ഒരു നിക്ഷേപകനെയും പരാമർശിക്കുന്നൊന്നും തന്നെ അതിലുമില്ല. നേരത്തെ ആര്യാടൻ മുഹമ്മദിൻ്റെ ബന്ധുവിനെ കാണാൻ എന്ന് പറഞ്ഞാണ് അദാനിയെയും BJP നേതാക്കളെയും കാണാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള, അതിൽ ചാർട്ടേഡ് വിമാനം തന്നെയാണ് പോയിട്ടുള്ളത് എന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അന്ന് ചാർട്ടേഡ് വിമാനമായിരുന്നെങ്കിൽ ഇന്ന് ഹെലികോപ്റ്ററാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തപ്പോൾ ഇല്ലാ കഥകൾ ഇറക്കിയവരാണ് ഇപ്പോൾ പുതിയ വാദങ്ങളുമായി രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ജനങ്ങളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാനാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചത്. അല്ലാതെ ഏതെങ്കിലും സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി അന്ന് ഹെലികോപ്റ്റർ ഉപയോഗിച്ചിരുന്നേയില്ല. ഇന്ന് സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത് വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്.